ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ മെയിനായിട്ടുള്ള സോയിൽസിനെ കുറിച്ചാണ്. സോയിൽ അല്ലെങ്കിൽ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയുടെ പൊടിഞ്ഞിട്ടുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ മണ്ണിലുള്ള ഓർഗാനിക് മെറ്റീരിയൽസിൻ്റെയും കൂടെ ഒരു മിക്സ്ചറാണ്. അതായത് മണ്ണിലുള്ള ജീവികൾ അടിഞ്ഞിട്ടുണ്ടാവുന്ന ആ ഒരു മെറ്റീരിയൽസിൽ അതിൻ്റെ മിക്സ്ചറാണ് സോയിൽ എന്ന് പറഞ്ഞാൽ. സോയിലുള്ള ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ മിനറൽ പാർട്ടിക്കിൾസ്, ഹ്യൂമസ്, വാട്ടർ, എയർ. മണ്ണിൻ്റെ ഫോർമേഷനെ അഫക്റ്റ് ചെയ്യുന്ന മേജർ ഫാക്ടേഴ്സാണ് ഒന്ന് റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപ്രകൃതി, അതായത് ഭൂമിയുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ പാരൻ്റ് റോക്ക്, അതായത് ഏത് റോക്കിൽ നിന്നാണ് പൊടിഞ്ഞ് മണ്ണായിട്ട് മാറുന്നത് എന്നുള്ളത്, അതിൻ്റെ കനം, കട്ടി, പിന്നെ അതിൻ്റെ ഏജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പാരൻ്റ് റോക്ക് അല്ലെങ്കിൽ മാതൃശില. പിന്നെ ക്ലൈമറ്റ്, അവിടുത്തെ കാലാവസ്ഥ, ഏത് ക്ലൈമറ്റാണ് അവിടെ ഉള്ളത് എന്നുള്ളതൊക്കെ. പിന്നെ വെജിറ്റേഷൻ, അവിടെ ഏതൊക്കെ ഭൂപ്രകൃതിയാണ്, അവിടെ ഏത് തരം ചെടികളാണ് വളരുന്നത് എന്നുള്ളത്, അവിടെ ഏതൊക്കെ ലൈഫ് ഫോംസ് ഉണ്ട്, അവിടെ ഏതൊക്കെ ജീവജാലങ്ങളുണ്ട്, സമയം, മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് സോയിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നൊരു ടേമാണ് സോയിൽ പ്രൊഫൈൽ. പല ലെയേഴ്സായിട്ടാണ് സോയിൽ ഉണ്ടാവുന്നത്. ഓരോ ലെയേഴ്സിൻ്റെയും ഒരു ലെയേഴ്സിനെയാണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഈ ലെയേഴ്സിന് പറയുന്ന പേര് ഹൊറൈസൺ എന്നാണ്. മെയിനായിട്ട് 3 ലെയേഴ്സാണുള്ളത്: ഹൊറൈസൺ എ, ഹൊറൈസൺ ബി, ഹൊറൈസൺ സി. ഇപ്പോൾ ഇതേ കാണുന്നത് ഒരു സോയിൽ പ്രൊഫൈലാണ്. കണ്ടോ, അതിൽ ഒരുപാട് ഒ ഹൊറൈസൺ എ, ഇ, ബി ഹൊറൈസൺ, സി ഹൊറൈസൺ, ആർ ഹൊറൈസൺ എന്ന് പറഞ്ഞ് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അതായത് ഏറ്റവും താഴെ റോക്സ്, പിന്നെ അതിനേക്കാൾ ചെറുത്, പിന്നെ അതിലും ചെറുത്, അങ്ങനെ പൊടിഞ്ഞ മണ്ണ്, ഏറ്റവും പൊടിഞ്ഞ മണ്ണ്, ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനെയാണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇതിൽ എയും ബിയും സിയുമാണ് മെയിൻ ലെയേഴ്സായിട്ട് പറയുന്നത്. ആദ്യത്തേത് ഹൊറൈസൺ എ. ഹൊറൈസൺ എ ആണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ. വാട്ടർ, മിനറൽസ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ ഈ ലെയറിലാണ് ഉണ്ടാവുക. പ്ലാന്റ് ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ലെയറാണ് ഹൊറൈസൺ എ. അടുത്തത് ഹൊറൈസൺ ബി. ഹൊറൈസൺ എയ്ക്കും സിക്കും ഇടയിൽ വരുന്നതാണ് ഹൊറൈസൺ ബി. അതായത് അപ്പർ ലെയറിൽ നിന്നും ലോവർ ലെയറിനും ഇടയ്ക്ക് വരുന്ന, എന്നാൽ അത് രണ്ടിൻ്റെയും മെറ്റീരിയൽസ് ഉണ്ടാവുന്ന ഒരു ലെയറാണ്. ഈവൻ ദോ മിനറൽ മാറ്റർ ഈസ് ഒബ്വിയസ്ലി വോൺ, ദർ ഈസ് സം ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ്. അതായത് മിനറൽ മാറ്റേഴ്സും ഉണ്ടാവും, പക്ഷേ ഓർഗാനിക് മാറ്റേഴ്സും ഉള്ള ഒരു ലെയറാണ് ഹൊറൈസൺ ബി. അടുത്തത് ഹൊറൈസൺ സി. ഹൊറൈസൺ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും താഴെ, എ കഴിഞ്ഞ് ബി കഴിഞ്ഞ് സി, ഏറ്റവും താഴെ വരുന്ന ലെയറാണ് ഹൊറൈസൺ സി എന്ന് പറഞ്ഞാൽ. അവിടെ ലൂസായിട്ടുള്ള സോയിലാണ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മുടെ സോയിൽ ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നത് ആ സ്റ്റേജിൽ നിന്നാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ബാക്കി ബി, സി എന്ന് പറഞ്ഞാൽ 2 ഹൊറൈസൺസ് വരുന്നത്. ഇതിന് താഴെയുള്ളത് പാരൻ്റ് റോക്കാണ്. ഹൊറൈസൺ സി കഴിഞ്ഞാൽ താഴെ വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പാരൻ്റ് റോക്ക് അല്ലെങ്കിൽ ബെഡ് റോക്കാണ്. അടുത്തതായിട്ട് സോയിൽ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്. പുരാതന കാലത്ത് സോയിൽസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് 2 ഗ്രൂപ്പായിട്ടാണ്. ഒന്ന് ഉർവര, പിന്നെ ഒന്ന് ഊഷര. ഉർവര എന്ന് പറഞ്ഞാൽ നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണുകളുണ്ടാവും. അതായത് എന്തെങ്കിലും വിത്തിട്ട് കൃഷി നടത്തി കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടുന്ന മണ്ണുകൾ. ഊഷര എന്ന് പറഞ്ഞാൽ സ്റ്റെറൈൽ, അത് ഫലഭൂയിഷ്ഠമല്ലാത്ത അണുവിമുക്തമായ മണ്ണുകളായിരിക്കും. ബേസ്ഡ് ഓൺ ദ ടെക്സ്ചർ സോയിൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സാൻഡി, ക്ലേയി, സിൽറ്റ്, ലോം അങ്ങനെയാണ്. പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് കളർ സോയിൽസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു റെഡ് സോയിൽ, യെല്ലോ സോയിൽ, ബ്ലാക്ക് സോയിൽ എക്സെട്ര. 1956 എസ്റ്റാബ്ലിഷ് ചെയ്ത സോയിൽ സർവേ ഓഫ് ഇന്ത്യ ദാമോദർ വാലി പോലുള്ള കുറച്ച് പ്രദേശങ്ങളിൽ നിന്നും മണ്ണെടുത്ത് അവിടുത്തെ സോയിലിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തി. അതുപോലെ തന്നെ ഇന്ത്യൻ സോയിലിനെ കുറിച്ച് ലാൻഡ് യൂസ് പ്ലാനിങ്ങും പിന്നെ നാഷണൽ ബ്യൂറോ ഓഫ് സോയിൽ സർവേയും ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്.
ICAR-ഉം ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന സ്ഥാപനവും ഇന്ത്യൻ സോയിൽസിനെ കുറിച്ചും അതിൻ്റെ ടൈപ്സിനെ കുറിച്ചും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും ഒക്കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിൻ്റെ സോയിൽ ടാക്സോണമി ഉപയോഗിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അതിന് ഗ്ലോബൽ സ്കെയിൽ, അതായത് ലോകത്ത് മുഴുവൻ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഒരു സ്കെയിൽ ഉപയോഗിച്ച് അതിനെ കമ്പയർ ചെയ്ത് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ICAR നടത്തിയ പഠനപ്രകാരം സോയിൽസിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻസെപ്റ്റിസോൾസ്, എൻഡൈസോൾസ്, അൽഫൈസോൾസ്. അതിൽ ഇൻസെപ്റ്റിസോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അധികം ഹൊറൈസൺ ഡെവലപ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല. പക്ഷേ എൻഡൈസോൾസിനേക്കാളും കുറച്ച് കൂടുതലാണ്. പക്ഷേ പല ടൈപ്പ് ഓഫ് സോയിൽസ് ഒന്നും ഇൻസെപ്റ്റിസോൾസിലില്ല. എൻഡൈസോൾസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തരത്തിലുള്ള ഹൊറൈസൺ ഡെവലപ്മെൻറ്റുകളും ഇല്ലാത്തതാണ്. അടുത്തത് അൽഫൈസോൾസ് എന്ന് പറഞ്ഞാൽ ഹൈ ഫെർട്ടിലിറ്റി ഉള്ള സോയിൽസ് ഉള്ള സ്ഥലമാണ് അൽഫൈസോൾസ്. ഇവിടെ പല ടൈപ്പ് ഓഫ് സബ് സർഫസ് ഹൊറൈസൺസ് കാണാൻ പറ്റും. ക്ലേ ടൈപ്പ് സോയിൽസൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതലും ഫോറസ്റ്റുകൾ ആണ് കാണുന്നത്. കളർ, ഘടന, സ്ഥലം അതിൻ്റെയൊക്കെ ബേസിസിൽ സോയിൽസിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഇതിൽ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് അലുവിയൽ സോയിലും ബ്ലാക്ക് സോയിലും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള പോർഷൻസ് അടുത്ത ദിവസത്തെ ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സോയിൽസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അലുവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, അരിഡ് സോയിൽ, സലൈൻ സോയിൽ, പീറ്റി സോയിൽ, ഫോറസ്റ്റ് സോയിൽ. അതിൽ ആദ്യത്തേതാണ് അലുവിയൽ സോയിൽ. നോർത്തേൺ പ്ലെയിൻസിലും റിവർ വാലീസിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്, പുഴയുടെ തീരത്തൊക്കെ. ഈ സോയിൽസ് നമ്മുടെ രാജ്യത്തിലെ ഇന്ത്യയിലെ തന്നെ 40% അലുവിയൽ സോയിലാണ്. അത് റിവേഴ്സും സ്ട്രീംസും വഴി ഒഴുകി ഓരോ സ്ഥലത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങനെയാണത് ഫോം ചെയ്യുന്നത്. മറ്റേ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിൽ കൂടുതലായിട്ടും കാണുന്നത് അലുവിയൽ സോയിലാണ്. പെനിൻസുലാർ റീജിയണിലും ഈസ്റ്റ് കോസ്റ്റ് ഡെൽറ്റയിലും റിവർ വാലീസിലൊക്കെ അലുവിയൽ സോയിലാണ് കാണാൻ പറ്റുന്നത്. അലുവിയൽ സോയിലിൻ്റെ മലയാളമാണ് എക്കൽ മണ്ണ്. ഈ എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലുവിയൽ സോയിൽ ക്ലേ ടൈപ്പ് സോയിലുണ്ട്, സാൻഡി ലോമായിട്ടുള്ള സോയിൽ, അതായത് സാൻഡും ക്ലേയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പശ പോലത്തെ ഒരു സോയിലുണ്ടാവും. പിന്നെ ക്ലേ ടൈപ്പ് ഉണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് സോയിൽസും അലുവിയൽ സോയിൽസിലാണ് വരുന്നത്. അലുവിയൽ സോയിൽസിന് ഫോസ്ഫറസ് കണ്ടൻറ്റ് കുറവാണ്, പക്ഷേ ഹൈ പൊട്ടാഷ്യം കണ്ടൻ്റ് ഉള്ള സോയിലാണ്. അപ്പർ ആൻഡ് മിഡിൽ ഗംഗ പ്ലെയിൻസിൽ ഈ ടൈപ്പ് ഓഫ് അലുവിയൽ സോയിൽസാണ് വരുന്നത്. ഭംഗറിലും ഖാദറിലൊക്കെ. ഖാദർ അതൊക്കെ ഇനി വരുന്ന പോർഷൻസിൽ പഠിക്കാനുള്ള പോർഷൻസാണ്. എവരി ഇയർ ഫ്ലഡ് ഡെപ്പോസിറ്റ് ഖാദർ പല പുതിയ അലൂവിയൽ സോയിൽസ് വരും. അതിൻ്റെ ഫെർട്ടിലിറ്റി കൂടുതലാണ്. അവിടെ കൂടുതലായിട്ട് കൃഷികൾ നടക്കുന്നതാണ്. ബ്രഹ്മപുത്ര വാലിയിലും ലോവർ ആൻഡ് മിഡിൽ ഗംഗ പ്ലെയിനിലും സോയിൽസ് ഒരു ക്ലേയി ടൈപ്പ് ഓഫ് സോയിലാണ് വരുന്നത്. വെസ്റ്റ് തൊട്ട് ഈസ്റ്റ് വരെ ഉള്ള ഇങ്ങനെ പോരുന്ന സമയത്ത് സാൻഡിൻ്റെ അളവ്, അലൂവിയൽ സോയിലിൽ തന്നെ സാൻഡിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലൂവിയൽ സോയിലിൻ്റെ കളറ് ലൈറ്റ് ഗ്രേ തൊട്ട് ആഷ് ഗ്രേ വരെയുള്ള ഒരു റേഞ്ചിലാണ് വരിക. പിന്നെ കൾട്ടിവേഷൻ ഓഫ് അലൂവിയൽ സോയിൽ, ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി ഉള്ള കൃഷിക്ക് അനുയോജ്യമായ സോയിലാണ് അലൂവിയൽ സോയിൽ. ബ്ലാക്ക് സോയിലാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡെക്കാൻ പ്ലാറ്റ്യൂയുടെ മെജോറിറ്റി പോർഷനിലും, അതായത് ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, തമിഴ്നാട്, ഇവിടെയൊക്കെ കാണുന്നത് ബ്ലാക്ക് സോയിലാണ്, കറുത്ത മണ്ണ്. റീഗർ സോയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നുകൂടി ബ്ലാക്ക് സോയിലിനൊരു പേരുണ്ട്. ബ്ലാക്ക് സോയിൽ കോമൺ ആയിട്ട് ക്ലേയി ആയിട്ട് കളിമണ്ണ് ആയിട്ടുള്ളൊരു സോയിലാണ്, കളിമണ്ണാണ്. അത് വെള്ളം കടത്തിവിടാത്ത ഇംപെർമിയബിൾ ആയിട്ടുള്ള സോയിലാണ്. പിന്നെ വെറ്റ് കണ്ടീഷനിൽ ബ്ലാക്ക് സോയിൽ ഒരു ചെളി പോലെയായിട്ട് മാറും. ഇങ്ങനെ വീർത്ത് തൊട്ടാൽ ഭയങ്കര പശയായിട്ടുള്ള സോയിലായിട്ട് മാറും. പക്ഷെ അത് ഉണങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് പോവും. അതുകൊണ്ട് തന്നെ ഇത് ഡ്രൈ സീസൺ ആകുമ്പോൾ ഇതിൽ കുറേ ഹോൾസ് വരും, ഫിഷേഴ്സ്, ഇങ്ങനെ പൊട്ടലുകളൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഇത്
തന്നെ സെൽഫ് പ്ലോവിങ് ടേക്ക് പ്ലേസ്, അതായത് സ്വന്തമായിട്ട് ഉഴുതുമറിയുന്ന രീതിയിലുള്ള ഒരു സോയിലാണ്. ബ്ലാക്ക് സോയിൽ ഡ്രൈ സീസണിൽ കൂടുതലായിട്ട് മോയ്സ്ചർ, കാരണം ഇത് ഇംപെർമിയബിളാന്ന് പറഞ്ഞു, അപ്പോൾ അതിലേക്ക് വീണ വെള്ളം പുറത്തേക്ക് പോകാത്തത് കൊണ്ട് തന്നെ മോയ്സ്ചർ പിടിച്ച് വയ്ക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് ഡ്രൈ സീസണിൽ കൃഷിക്ക് അനുയോജ്യമാണ്. ലൈം, അയൺ, മഗ്നീഷ്യ, അലുമിനിയം ഒക്കെ ബ്ലാക്ക് സോയിലിൽ വളരെ കൂടുതലാണ്. പൊട്ടാഷ് പ്രസൻ്റാണ്. ഇതിൽ ഓർഗാനിക് മെറ്റീരിയലും നൈട്രജനും ഫോസ്ഫറസും ഒക്കെ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സോയിലാണ്.